നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ വളരെ സജീവമാണ്. നേരിട്ട് തന്നെ അദ്ദേഹം ഇതിനിടയ്ക്ക് 2, 3, 4 പ്രാവശ്യം കേരളത്തിൽ വന്നിരുന്നു, പ്രചരണം നടത്തിയിരുന്നു. ഇനിയും കേരളത്തിൽ അദ്ദേഹം പ്രചരണം നടത്താൻ വരും എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതാ ചില സ്ഥാനാർത്ഥികളുമായിട്ട് അദ്ദേഹം ഫോൺ സംഭാഷണവും നടത്തുന്നു. അവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങളിൽ നിങ്ങൾ സജീവമായി ഇടപെടുക, അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കൃത്യമായ സമയത്ത് കൃത്യമായി ചെയ്യേണ്ട സമയത്ത് അതിനെതിരെ നടപടി എടുത്തിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഫോണിൽ കൂടി പല സ്ഥാനാർത്ഥികൾക്കും നൽകുന്ന ഉറപ്പ്. ഇതിലേറ്റവും പ്രധാനമെന്ന് പറയുന്ന ആലത്തൂരിലെ സ്ഥാനാർത്ഥി ഡോക്ടർ സരസുവിന് പ്രധാനമന്ത്രി ഫോണിൽ ഒരു സംഭാഷണം നടത്തി. ഡോക്ടർ TN സരസു, അവര് കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു, പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. അവർ റിട്ടയർ ആയതിനു ശേഷം ഇപ്പോൾ ആലത്തൂരിലെ ശക്തരായ 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ നേരിടാനാണ് BJP നിയോഗിച്ചിരിക്കുന്നത്, സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. കാരണം അവിടെ ഇപ്പോൾ മത്സരിക്കുന്നത് രമ്യ ഹരിദാസ് ആണ്. ഇപ്പോൾ നിലവിലുള്ള MP ആണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം ഇപ്പൊ മന്ത്രിയായിരിക്കുന്ന രാധാകൃഷ്ണനും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. രമ്യ ഹരിദാസിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാണ് മന്ത്രിയായിരിക്കുന്ന ആളിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. മറ്റു ആരെയും കിട്ടാത്തത് കൊണ്ടാണ് CPM-ന്. എന്തായാലും അതോടൊപ്പം ഇതാ BJP അതിൽ ഒരു പിന്നെ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയെ, അതും ഒരു ഇടതുപക്ഷ പ്രവർത്തകയായിരുന്ന, ഇടതുപക്ഷ സംഘടനയിലെ അംഗമായിരുന്ന ഒരാളിനെ അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നു. അതോടുകൂടി അവിടുത്തെ രാഷ്ട്രീയ മുഖം തന്നെ മാറിയിരിക്കുന്നു എന്നാണ്. ഇനി ഈ TN സരസു പ്രധാനമന്ത്രിയുമായിട്ട് ചില കാര്യങ്ങൾ ഫോണിൽ സംസാരിച്ചു. ആ സംസാരിച്ച 1-2 ശകലങ്ങൾ ഇപ്പോൾ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക. അതിപ്പോൾ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം TN സരസു ആരാണ്, ഡോക്ടർ TN സരസു ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. പലർക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കാം. എന്തായാലും പ്രിൻസിപ്പൾ ആകുന്നത് വരെ ഇടതുപക്ഷ അധ്യാപക സംഘടനയായ AKGCTA അംഗമായിരുന്നു, അതിന് പ്രവർത്തകയായിരുന്നു. പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പളായിരിക്കെ SFIയുമായി ഇടത് അധ്യാപക സംഘടനയുമായും വിവിധ വിഷയങ്ങളിലുണ്ടായ അസ്വാരസ്യങ്ങൾ പിന്നീട് രാഷ്ട്രീയ സംവാദമായി മാറിയതെന്ന് നമുക്കറിയാം. വിക്ടോറിയയിൽ പ്രിൻസിപ്പളിനായിരിക്കെ 2016 മാർച്ചിൽ വിരമിക്കുന്ന സമയത്ത് SFI പ്രവർത്തകർ കോളേജ് മുറ്റത്ത് കുഴിമാടം നിർമ്മിച്ച് യാത്രയയപ്പ് നൽകിയ സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് വളരെ വിവാദമായതുമാണ്. BJP ജില്ലാ പ്രസിഡന്റ് E കൃഷ്ണദാസിനൊപ്പം കേന്ദ്രമന്ത്രി പ്രതാപ് റൂഡി സരസുവിനെ സന്ദർശിക്കുകയും വിഷയം ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കാൻ നീക്കം നടത്തുകയും ചെയ്തതും അന്ന് വളരെ വാർത്ത ആയ സംഗതി തന്നെയാണ്. സംഭവത്തിൽ പ്രിൻസിപ്പളിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും പ്രതി ചേർത്തവരെ തെളിവില്ലാത്തതിനാൽ കോടതി പിന്നീട് വിട്ടയച്ചു. അതങ്ങനെയാണല്ലോ, കേരള പോലീസ് SFIക്കെതിരെ കേസെടുക്കുമ്പോൾ തെളിവുകളൊന്നും ഉണ്ടാക്കിക്കൊണ്ടല്ലോ, ഒരു പരാതി കിട്ടിയത് കൊണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു എന്നല്ലാതെ പിന്നെ SFI പ്രവർത്തകരെ ശിക്ഷിക്കാൻ വേണ്ടി കേരള പോലീസ് കേസെടുക്കില്ല. അതുകൊണ്ട് തന്നെ കോടതി ആ കേസിൽ ഇവർക്കൊന്നും ഒരു തെളിവില്ല എന്ന് പറഞ്ഞിട്ട് കോടതി കേസ് വിടുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് അത്തരത്തിൽ വളരെ പിന്നെ പോപ്പുലറായ അല്ലെങ്കിൽ കേരളം ശ്രദ്ധിച്ച ഒരു ശക്തയായ കോളേജ് പ്രിൻസിപ്പളായിരുന്നു ഈ TN സരസു എന്ന് പറയുന്നത്. ഇനി TN സരസു പ്രധാനമന്ത്രിയുമായിട്ട് ചില കാര്യങ്ങൾ ഫോണിൽ സംസാരിച്ചു. അതാണ് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ സരസു പ്രധാനമന്ത്രിയോട് ചോദിച്ചത്, കേരളത്തിൽ CPM നേതാക്കൾ ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ ഒരു പ്രശ്നമുണ്ട്. പാവപ്പെട്ടവർ ബാങ്കിൽ നിക്ഷേപിച്ച പണമാണ് അവർ കൊള്ളയടിക്കുന്നത്, അവർക്ക് പണം തിരികെ ലഭിക്കുന്നില്ല. അതിനാൽ ഇവിടെയുള്ള ആളുകളിൽ നിന്ന് വലിയ പരാതിയുണ്ട്. ഇതിൽ താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇതായിരുന്നു TN സരസു പ്രധാനമന്ത്രിയുടെ ഫോണിൽ ചോദിച്ചത്. പ്രധാനമന്ത്രി മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഏതൊരു പൊതുപ്രവർത്തകനും ഇത് നല്ല കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിതിനെക്കുറിച്ച് ചില വിശദാംശങ്ങൾ ഉണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഒരുപാട് പാവപ്പെട്ടവരെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഇതിലുൾപ്പെട്ട എല്ലാവർക്കുമെതിരെ നമ്മുടെ സർക്കാർ കർശനമായ നടപടി എടുക്കുക തന്നെ ചെയ്യും. പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പാക്കും. ഇത് സംബന്ധിച്ച് ഞാൻ നിയമോപദേശം തേടിക്കഴിഞ്ഞിരിക്കുന്നു. ED കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടെ സാധാരണക്കാരുടെ പണം ഉൾപ്പെട്ടിട്ടുണ്ട്. ഓരോ പൈസയും ബന്ധപ്പെട്ട വ്യക്തിക്ക് തിരികെ നൽകും. ഞങ്ങൾ അത് കർശനമായി ചെയ്യും. ഇതാണ് പ്രധാനമന്ത്രി ഈ TN സരസുമായി ഫോണിൽ സംവാദിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ ചോദിച്ച് പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലിനായിരിക്കെ നേരിട്ട വിഷയങ്ങളെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചും സരസുവിനോട്
പ്രധാനമന്ത്രി ഫോണിൽ കൂടെ ചോദിച്ചറിഞ്ഞു. വിക്ടോറിയ കോളേജിൽ സരസു പ്രിൻസിപ്പളിനായിരിക്കെ 2016 നടന്ന സംഭവവും അതുപോലെ കുഴിമാടം നിർമ്മിച്ചതും യാത്ര അയപ്പിച്ചതും ഒക്കെ സംഭവങ്ങൾ പ്രധാനമന്ത്രിക്കറിയാം. അത്തരം വിശദാംശങ്ങളെല്ലാം അവർ തമ്മിൽ ഒരുപാട് നേരം ഫോണിൽ സംസാരിച്ചു എന്നാണ് അറിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഒരു മണ്ഡലം പോലും അപ്രധാനപ്പെട്ട മണ്ഡലമാകുന്നില്ല കേരളത്തിൽ. BJPയുടെ സാന്നിധ്യം ഓരോ സ്ഥലത്തും ഓരോ തരത്തിൽ പ്രത്യേകതയാവുകയാണ്. ആലത്തൂരിലും BJP സ്ഥാനാർത്ഥി ഇതാ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അവിടുത്തെ രാഷ്ട്രീയ പ്രചരണ മുഖം തന്നെ സരസുവിൻ്റെ രംഗപ്രവേശത്തോട് മാറിയിരിക്കുന്നു തന്നെയാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളും വാർത്തകളും.